തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് ഇതെന്ന് വിചാരിക്കുക. ഈ ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. എല്ലാവരും ഏതോ ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ ലക്ഷ്യത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്, എപ്പോഴാണ് എത്തിച്ചേരേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായ പ്ലാനിങ്ങും എല്ലാവർക്കും തന്നെയുണ്ട്. എല്ലാ യാത്രകൾക്കും നിർബന്ധമായിട്ടും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെയുള്ള യാത്രകൾ അർത്ഥശൂന്യതയാണ്. അത്തരം യാത്രകൾ ചെയ്യുന്നവർ മഠയന്മാരാണ്, അച്ചടക്കമില്ലാത്തവരാണ്. ഈ ട്രെയിൻ യാത്ര പോലെ തന്നെ മറ്റൊരു തരം യാത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ജേണി, നിക്ഷേപ യാത്ര. ആ ട്രെയിനിലെ യാത്രക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ജേണി നടത്തുന്നവർക്കും നിർബന്ധമായിട്ടും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെയുള്ള എല്ലാ യാത്രകളും പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണിക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ഒരു ഗോൾ ഇല്ല എങ്കിൽ അത് ഉറപ്പായിട്ടും പരാജയമായി മാറും. സാധാരണയായിട്ട് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അവിടെ എപ്പോൾ എത്തും എന്നതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കും. അതുപോലെ ആ യാത്രയ്ക്ക് ഏറ്റവും യോജിച്ച മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ ആ യാത്രയ്ക്ക് ഏറ്റവും യോജിച്ച വാഹനത്തിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ, നിക്ഷേപ യാത്രയിലും ഉണ്ടായിരിക്കണം. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ജേണി ആരംഭിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. നിലവിൽ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗവും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അത് ചെയ്യുന്നവരാണ്. എല്ലാവരും SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നൊരു ലൈൻ. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഫണ്ടിൽ പോയിട്ട് തോന്നിയതുപോലെ നിക്ഷേപം ആരംഭിക്കുന്നു. അത്തരം നിക്ഷേപങ്ങൾ ഒരിക്കലും ഗുണകരമാകണം എന്നില്ല. എന്നാൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് കൃത്യമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് ആ ജേർണി മുന്നോട്ട് വളരെ അച്ചടക്കത്തോടെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോയാൽ മികച്ച റിസൾട്ട് ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത്തരം പ്ലാനുകളെ പൊതുവെ ഗോൾ SIP എന്നാണ് പറയുക. എങ്ങനെയാണ് നമുക്ക് യോജിക്കുന്ന ഒരു ഗോൾ SIP പ്ലാൻ ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുക. ഹൗ ടു സ്റ്റാർട്ട് ഗോൾ SIP. അതിനുവേണ്ടി 7 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ പഠിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്: ഫിക്സ് യുവർ ഗോൾ. നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ഗോൾസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ സ്വപ്ന ഭവനം പണിയുക എന്നതാവാം, ഇഷ്ടപ്പെട്ട ഒരു വാഹനം വാങ്ങുക എന്നതാവാം, അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹമോ പഠനമോ ഒക്കെ ആവാം. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഭാവിയിൽ വരും. ഇതിനൊക്കെ പണം ആവശ്യമാണ്. അതിലേക്ക് ലക്ഷ്യം വെച്ച് ഇപ്പോൾ തന്നെ യാത്ര ആരംഭിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. വിക്രമന്റെ കേസിൽ വിക്രമന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹയർ സ്റ്റഡിയാണ്. ആ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ഒരു നല്ല എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ഹയർ സ്റ്റഡി അദ്ദേഹം ഒരു ഗോൾ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ്, അതിതാണ് സെറ്റ് ദ ടൈം. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുകയുണ്ടായി. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ മുമ്പിൽ എത്ര സമയമുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടേണ്ടത് എന്ന കാര്യം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. വിക്രമന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മകളുടെ ഹയർ എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിന്റെ ഗോൾ. അദ്ദേഹത്തിന്റെ മകൾ ഇപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 10 വർഷം കഴിയുമ്പോൾ മാത്രമേ ആ കുട്ടി +2 കഴിയുകയുള്ളൂ. അപ്പോൾ 10 വർഷം കഴിഞ്ഞാണ് ആ കുട്ടിയുടെ ഹയർ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള പണമൊക്കെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ വിക്രമന്റെ മുമ്പിൽ 10 വർഷത്തെ സമയമുണ്ട്. ഇനി 3ാമത്തെ സ്റ്റെപ്പ്, നോ ദ കറന്റ് കോസ്റ്റ്. നമ്മുടെ ഈ ലക്ഷ്യത്തിന്
ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര ചിലവ് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണക്ക് കൂട്ടുക. വിക്രമൻ കണക്ക് കൂട്ടിയത് ഇങ്ങനെയാണ്: മകളുടെ ഹയർ എഡ്യൂക്കേഷന്, അതായത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണ്ട് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കോഴ്സിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 10 ലക്ഷം രൂപ ചെലവ് വരും. ഈ 10 ലക്ഷത്തിനെ നമുക്ക് കറന്റ് കോസ്റ്റ് എന്ന് പറയാം. കറന്റ് കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പ് ഇതാണ്: നോ ദ ഫ്യൂച്ചർ കോസ്റ്റ്. വിക്രമന്റെ മകളുടെ ഹയർ സ്റ്റഡി 10 വർഷം കഴിഞ്ഞാണ്. ഇപ്പോൾ ആ കോഴ്സിന് പോയി കഴിഞ്ഞാലാണ് 10 ലക്ഷം രൂപ ചെലവ് വരിക. എന്നാൽ വർഷാവർഷം ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഈ ഹയർ സ്റ്റഡിക്ക് എത്ര ചിലവായേക്കാം എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് നാട്ടിൽ ഇൻഫ്ലേഷൻ ശരാശരി ഒരു വർഷം 7% വിചാരിക്കുക. അങ്ങനെ വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് 19 ലക്ഷം രൂപയോളം ആവശ്യമായിട്ട് വരും. അപ്പോൾ 19 ലക്ഷം രൂപയാണ് ഇവിടെ നമുക്ക് ഫ്യൂച്ചർ കോസ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 സ്റ്റെപ്പുകൾ കടന്നു പോയപ്പോൾ വിക്രമന്റെ ഗോൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടു. വിക്രമന് 10 വർഷം കഴിയുമ്പോൾ 19 ലക്ഷം രൂപ ആവശ്യമായിട്ടുണ്ട് മകളുടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി. ഇനി 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 19 ലക്ഷം രൂപ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു മാസം എത്രയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്കൊരു SIP കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓൺലൈനിലൊക്കെ പല തരത്തിലുള്ള SIP കാൽക്കുലേറ്ററുകൾ ലഭ്യമാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു മാസം ഏതാണ്ട് 8000 രൂപ വെച്ച് SIP ആയിട്ട് നിക്ഷേപിച്ചാൽ 12% റിട്ടേൺ കിട്ടിയാൽ പോലും 10 വർഷം കൊണ്ട് നമ്മൾ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ SIP എമൗണ്ട് പെർ മന്ത് 8000 റുപ്പീസ് എന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് സെറ്റായി. ഗോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തു. ഈ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി മാസം 8000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും തീരുമാനമായി. ഇനി കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പ്, ചൂസ് റൈറ്റ് ഫണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും നിക്ഷേപിക്കുന്നത് ശരിയായ ഫണ്ടിലായിരിക്കണം. തോന്നിയ ഫണ്ടിൽ കയറി തോന്നിയ പോലെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുക. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറുടെ സേവനം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ശരിയായ ഫണ്ട് കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുക. ഇപ്പം നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏത് വാഹനമാണ് ഉപയോഗിക്കേണ്ടത് എന്നുണ്ട്. ട്രെയിൻ വേണോ, ബസ് വേണോ, അത് ഓട്ടോറിക്ഷയാണോ വേണ്ടത്? അത് നമ്മൾ ആ യാത്രയുടെ സ്വഭാവം അനുസരിച്ചാണ് വാഹനം ഏതാ വേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവിടെ ശരിയായ ഫണ്ട് കണ്ടെത്തുന്ന കാര്യം. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അതിതാണ് സ്റ്റാർട്ട് SIP ആൻഡ് റിവ്യൂ. SIP ആരംഭിക്കുക. നമ്മൾ കണ്ടെത്തിയ ഫണ്ടുകളിൽ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത എമൗണ്ട് SIP രീതിയിൽ നിക്ഷേപിച്ച് തുടങ്ങുക. എന്നിട്ട് നിക്ഷേപിച്ചാൽ മാത്രം പോരാ, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് SIP എമൗണ്ട് ടോപ്പപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കൂടുതൽ കോർപ്പസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ 7 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SIP നിക്ഷേപത്തിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓരോ ആളുകൾക്കും അവരുടെ വ്യത്യസ്തങ്ങളായ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പ്ലാനിങ്ങുകൾ നടത്താവുന്നതാണ്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ പ്രൊഫഷണലായ ഒരു അഡ്വൈസോട് കൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.